ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ, പ്രത്യേകിച്ച് രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെ കടുത്ത ആശങ്കയുടെ മുനമ്പിൽ നിർത്തിക്കൊണ്ട് വലിയൊരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തുവരുന്നത്. അമേരിക്കയുടെ അഭിമാനകരമായ H-1B വിസ, ഡിപ്പെൻഡന്റ് വിസ, സ്റ്റുഡന്റ് വിസ എന്നിവയെല്ലാം ഇന്ന് ഇന്ത്യക്കാർക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2026 മാത്രം ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്ന് നിർബന്ധിതമായി നാടുകടത്തപ്പെടാൻ അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കാര്യങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. വരും വർഷങ്ങളിൽ, അതായത് 2027 ഈ രീതിയിൽ രാജ്യം വിടേണ്ടി വരുന്ന ഇന്ത്യക്കാരുടെ സംഖ്യ 5 മുതൽ 6 ലക്ഷം വരെയായി ഉയരുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് നാം വലിയൊരു ചോദ്യം ചോദിക്കേണ്ടത്. എവിടെ പോയി നരേന്ദ്രമോദിജി? ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ആത്മബന്ധവും ആലിംഗനങ്ങളും കാണിച്ച് ഇവിടെ വോട്ട് പിടിച്ച സംഘപരിവാർ പ്രൊപ്പഗാൻഡകളുടെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ്? നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്പൂർണമായ ഡിപ്ലോമാറ്റിക് പരാജയമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ കണ്ണീരിനും അനിശ്ചിതാവസ്ഥയ്ക്കും കാരണമാകുന്നത്. വിദേശത്തു നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും എന്താണ് ഈ വിസ പ്രതിസന്ധിയുടെ യഥാർത്ഥ വശമെന്നും നമുക്ക് നേരിട്ട് പരിശോധിക്കാം. അമേരിക്കയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ അനുസരിച്ച് അവിടുത്തെ കമ്പനികൾക്ക് അത്യന്താപേക്ഷിതമായി വേണ്ട വളരെ കുറച്ചു പേരെ മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ നിർത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കീ പൊസിഷനുകളിൽ ഇരിക്കുന്ന സീനിയർ ജീവനക്കാരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഭൂരിഭാഗം IT ജീവനക്കാരോടും മറ്റ് പ്രൊഫഷണലുകളോടും കമ്പനികൾ വളരെ കർശനമായി പറഞ്ഞിരിക്കുന്നത് വെറും 60 ദിവസത്തിനകം പുതിയ ജോലി കണ്ടെത്താനാണ്. ഈ 60 ദിവസത്തെ സമയപരിധിക്ക് ശേഷം മറ്റൊരു സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യം വിടുകയല്ലാതെ ഈ ഇന്ത്യക്കാർക്ക് മുന്നിൽ മറ്റ് വഴികളില്ല. മുമ്പ് H-1B വിസയും ഗ്രീൻ കാർഡും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്ക് ചില ഇളവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഈ റിലാക്സേഷനുകളെല്ലാം പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടു. ഇനി വിസ റിന്യൂവൽ ചെയ്യണമെങ്കിൽ അമേരിക്കയിലിരുന്ന് അത് സാധ്യമല്ല. പകരം ഇന്ത്യയിൽ വന്ന് US കോൺസുലേറ്റിൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണം. എന്നാൽ അതിനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഡേറ്റ് 2027 അത്രയും നാൾ ഈ മനുഷ്യർ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അമേരിക്കയിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ, കാറുകൾ, വലിയ തുകയുടെ ബാങ്ക് ലോണുകൾ, അവിടെ ജനിച്ചു വളർന്ന കുട്ടികളുടെ പഠനം എന്നിവയുടെയൊക്കെ അവസ്ഥ എന്താകും? അമേരിക്കൻ കോൺഗ്രസ് H-1B വിസ നിയമങ്ങൾ പൂർണ്ണമായി സ്ക്രാപ്പ് ചെയ്യാനുള്ള കടുത്ത ലെജിസ്ലേഷനുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ്. നരേന്ദ്രമോദിയെയും BJPയെയും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുകയും അവരുടെ രാഷ്ട്രീയത്തിന് വൻതോതിൽ ഫണ്ട് നൽകുകയും ചെയ്യുന്നവരാണ് വിദേശത്തുള്ള ഗുജറാത്തി വ്യവസായികൾ. ഹൗഡി മോദി പോലെയുള്ള വൻകിട പരിപാടികൾ നടത്തി മോദിയെ ആകാശത്തോളം പുകഴ്ത്തിയവർക്കുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഹൈവേകളിലുള്ള ഹോട്ടലുകളുടെയും നഗരങ്ങളിലെ ഹോട്ടലുകളുടെയും 60 മുതൽ 70% വരെ നിയന്ത്രിക്കുന്നത് ഗുജറാത്തി വ്യവസായികളാണ്. അവിടെ അമേരിക്കൻ പൗരന്മാർക്ക് നൽകേണ്ട വലിയ ശമ്പളം ഒഴിവാക്കാൻ കുറഞ്ഞ ചെലവിൽ സ്വന്തം നാട്ടുകാരെ ഡിപ്പെൻഡന്റ് വിസയിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കുന്ന വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ അമേരിക്കൻ ഭരണകൂടം ഈ ലൂപ്പ് ഹോളുകളെല്ലാം കൃത്യമായി കണ്ടെത്തി അടച്ചു കഴിഞ്ഞു. നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരെ അടിയന്തരമായി ഒഴിവാക്കാനും അമേരിക്കക്കാർക്ക് തൊഴിൽ നൽകാനും ട്രംപ് ഉത്തരവിട്ടു. മോദി നേരിട്ട് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ട്രേഡ് ലീഡുകളിൽ വലിയ വിട്ടുവീഴ്ചകൾ അമേരിക്കയ്ക്ക് അനുകൂലമായി ചെയ്തു കൊടുത്തിട്ടും ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ ഒരു റിക്വസ്റ്റും കേൾക്കാൻ തയ്യാറായിട്ടില്ല. സ്വന്തം നാട്ടുകാരായ ഗുജറാത്തികളെ പോലും അമേരിക്കയുടെ ഇത്തരം പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാത്ത മോദിയാണ് ഇന്ത്യയെ ലോകശക്തിയാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ BJPയുടെ IT സെല്ലും അവരുടെ അടിമകളായ ഗോഡി മീഡിയയും സാധാരണക്കാരെ പറ്റിക്കാൻ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കഥയുണ്ട്. അമേരിക്ക പോയാൽ എന്താ, റഷ്യയുണ്ട്, ജർമ്മനിയുണ്ട്, അവിടെയൊക്കെ ലക്ഷക്കണക്കിന് തൊഴിൽ
തൊഴിലവസരങ്ങൾ മോദിജി തുറന്നിട്ടിട്ടുണ്ട് എന്ന്. എത്രമാത്രം അസംബന്ധവും വിവരക്കേടുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. യുദ്ധവും സാമ്പത്തിക ഉപരോധവും കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റഷ്യയിലേക്ക് ഏത് ഇന്ത്യക്കാരനാണ് ജോലിക്ക് പോകുന്നത്? ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ജീവിത ചെലവും നികുതി ഘടനയും ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഇന്ത്യൻ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതാണോ? അമേരിക്കൻ ഡ്രീം എന്നത് അവിടെ 2-3 ജോലി ചെയ്താൽ പോലും നല്ല വരുമാനം കണ്ടെത്താനും മികച്ച രീതിയിൽ ജീവിക്കാനും സാധിക്കും എന്നതുകൊണ്ടാണ് വിജയിച്ചത്. ആ വലിയ വിപണിയാണ് മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയം കാരണം ഇന്ന് ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുന്നത്. പകരം റഷ്യയെയും ജർമ്മനിയെയും കാണിച്ച് യൂട്യൂബ് ചാനലുകളിലൂടെയും ഗോഡി മീഡിയകളിലൂടെയും വ്യാജ വാർത്തകൾ അടിച്ച് വിടുകയാണ് BJP മന്ത്രിമാരും നേതാക്കളും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, നിലവിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യയേക്കാൾ പ്രാധാന്യം നൽകുന്നത് പാകിസ്ഥാനാണ് എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തി മുന്നോട്ട് പോകണമെന്ന ലൈനാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. കാരണം ഇന്ത്യയെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാനെ ഒരു ആയുധമാക്കാമെന്ന് അവർക്കറിയാം. ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയല്ല എന്ന നിഗമനത്തിലാണ് അമേരിക്കൻ കോൺഗ്രസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ജോയിന്റ് സെക്രട്ടറിമാരും വിസ വിഷയത്തിൽ അമേരിക്കയുമായി പലതവണ ചർച്ച നടത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ അത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്ക പറയുന്ന വഴിക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരു സഖ്യകക്ഷിയാക്കി ഇന്ത്യയെ മാറ്റാൻ അവർ ശ്രമിച്ചപ്പോൾ കൃത്യമായ സ്വന്തം നിലപാടുകളില്ലാതെ മോദി സർക്കാർ പതറിപ്പോയി. അതിന്റെ ഫലമായി ഇന്ത്യയെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒതുക്കുന്ന നയമാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിക്കുന്നത്. അമേരിക്കയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയില്ലാതെ അലയുന്ന 1.5-2 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. ആന്ധ്ര, തമിഴ്നാട്, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ യുവാക്കളെല്ലാം അടിയന്തരമായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിലവിൽ തന്നെ തകർച്ച നേരിടുന്ന ഇവിടുത്തെ IT മേഖലയ്ക്കും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഇവരെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ 12 വർഷമായി മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. BJPയെയും മോദിയെയും അന്ധമായി വിശ്വസിച്ച് വോട്ട് ചെയ്ത ഇന്ത്യയിലെ അർബൻ മിഡിൽ ക്ലാസ്സിനും ഗുജറാത്തികൾക്കും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. കൃത്യമായ നയതന്ത്ര ബോധമില്ലാത്ത ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വില ഇടിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അന്ധമായ മോദി ഭക്തിയുടെ ദുരന്ത ഫലം ഇന്ന് സാധാരണക്കാരായ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും അനുഭവിച്ചു തീർക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.